ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് നമുക്ക് ക്യൂസാറ്റിലെ PYQs ചെയ്യാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2023 ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് കേട്ടോ. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് sin inverse x plus sin inverse y is equal to pi by 2, what is cos inverse x plus cos inverse y? കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 2π, π/2 അങ്ങനെ കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ലൈക്ക് ഓക്കെ, നമുക്ക് വിട്ടേക്കും. ഓക്കെ, സോ വാട്ട്സ് ആൻസർ ഗൈസ്? സോ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാവുന്നൊരു ഒരു ഇക്വേഷൻ ഉണ്ടല്ലേ, എന്താണ് sin inverse x പ്ലസ് cos inverse x ഈക്വൽ ടു π/2 നമുക്കൊരു ഇക്വേഷൻ അറിയാം ഇല്ലേ. അപ്പോൾ ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ sin θ ഇസ് ഈക്വൽ ടു cos 90 മൈനസ് θ അല്ലേ. 90 എന്ന് പറയുന്നത് π/2, cos π/2 മൈനസ് θ ആണ് sin θ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ടിടത്ത് സൈൻ ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്കും സൈൻ ഇൻവേഴ്സ് എടുക്കുന്നതല്ല കേട്ടോ. എന്താണ് എൻ്റെ സൈൻ ഇൻവേഴ്സ് ചെയ്ത് നമുക്ക് സൈൻ ഇൻവേഴ്സ് π/2 മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം. അങ്ങനെ എഴുതുവാണെങ്കിൽ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് π/2 ആയി മാറും. അങ്ങനെയാണ് ഈ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ ഇങ്ങനെയാണെങ്കിൽ സൈൻ ഇൻവേഴ്സ് വൈ എന്ന് പറയുന്നത് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ് ആയിരിക്കണം. അതായത് കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് വൈ ആയിരിക്കണം. സോ ഇത് സൈൻ ഇൻവേഴ്സ് വൈ ആണ്. സൈൻ ഇൻവേഴ്സ് വൈ പ്ലസ് കോസ് ഇൻവേഴ്സ് വൈ എത്ര? π/2. So the answer will be π/2. Okay, so let's go to next question. ഇത് സെറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സെറ്റിൽ യൂഷ്വലി സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ചോദിച്ചിരിക്കുന്നത് ദ ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ് ഫോർ എ ഫൈനൈറ്റ് സെറ്റ് എ. ഇപ്പം സപ്പോസ് എയിൽ 2m സബ്സെറ്റ്സ് ഉണ്ടെന്ന് വെച്ചോ. ഒരു സെറ്റ് എ ഉണ്ടെങ്കിൽ അതിലെ നമ്പർ ഓഫ് സബ്സെറ്റ്സ് എന്ന് പറയുന്നത് 2m ആയിരിക്കും. വേർ m ഇസ് ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ. അതങ്ങനെയാണ്. ലൈക്ക് എയിലിപ്പം 1-2 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഇതിന് എത്ര സബ്സെറ്റ് എഴുതാൻ പറ്റും? 2 സബ്സെറ്റ്സ്, അതായത് 4 സബ്സെറ്റ്സ് എഴുതാൻ പറ്റും. എന്ന് പറയുന്നത് ഈ സാധനം എന്ന് പറയുന്നത് ഇതിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ്. കാരണം എന്താ, നമുക്ക് ഇങ്ങനെ എഴുതി നോക്കാവേ. ഇതിൽ എത്രയൊക്കെ സബ്സെറ്റ് വരും? ഒരു നൾ സെറ്റ് എന്തായാലും ഉണ്ടായിരിക്കും. നൾ സെറ്റ് നമ്മൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും. പക്ഷെ നമുക്കിപ്പോൾ ഇങ്ങനെ എഴുതാം. നൾ സെറ്റ് ഉണ്ടായിരിക്കും. പിന്നെ 1 ഉണ്ട്, 2 ഉണ്ട്, ദെൻ നമ്മുടെ 1,2 എന്ന് പറഞ്ഞാൽ സെയിം സബ്സെറ്റ് ഉണ്ട്. അങ്ങനെ 4 സെയിം സെറ്റ് തന്നെയാണ്. സോ 4 സബ്സെറ്റ്സ് ഇവിടെ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് ദ തിങ്. ഒരു സെറ്റ് എയിൽ n എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ സബ്സെറ്റ്സ് നമ്പർ ഓഫ് സബ്സെറ്റ്സ് എന്ന് പറയുന്നത് 2n ആയിരിക്കും. അപ്പോൾ ഇവിടെ എ എന്നൊരു ഫൈനൈറ്റ് സെറ്റ് തന്നിട്ടുണ്ട്. സോ എയിൽ m എലമെൻറ്റ്സ് ഉണ്ട്. നമ്മളങ്ങനെ വിചാരിക്കുക, ഇതിനകത്തൊന്നും പറഞ്ഞിട്ടില്ല. m എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിന് 2n സബ്സെറ്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, that's important. Then ഇവിടെ തന്നിട്ടുണ്ട് if the total number of subsets of a finite set A has 56 more elements than the total number of subset for another finite set B. വേറൊരു സെറ്റ് ബി ഉണ്ട്, അതിന് ക്വസ്റ്റ്യൻ ആണ് 2n സബ്സെറ്റ്സ് ഉണ്ട്. ദാറ്റ് ഈസ് n എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിന് എത്ര സബ്സെറ്റ്സ് ഉണ്ടായിരിക്കും? 2n സബ്സെറ്റ്സ് ഉണ്ടായിരിക്കും. ഇവിടെ പറഞ്ഞേക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ has 56 more elements than total number of subsets of B. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ സെറ്റ് എ m ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ സെറ്റ് എ എന്ന് പറയുന്നത് m ആണ്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് 2 നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഈസ് 56 ടൈംസ് മോർ ദാൻ 2n. n എന്ന് പറയുന്നത് ബിയിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ഗൈസ് ഇത് നമ്മൾ സോൾവ് ചെയ്താൽ മതി. നമുക്ക് 56 ടൈംസ് ഒന്നുമല്ല, 56 മോർ 56 മോർ എലമെൻറ്റ്സ്. ഇതിൽ എത്ര സബ്സെറ്റ്സ് ഉണ്ടോ ദ ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഇസ് ഈക്വൽ ടു 56 മോർ ദാൻ ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ലൈക്ക് ടൈംസ് ഒന്നുമല്ല, മോർ ആണ് പറഞ്ഞിരിക്കുന്നത്. സോ 56ന് നമുക്ക് എങ്ങനെ എഴുതാം? 2ൻ്റെ ടേംസിൽ 2 2s are 4, 2 8s are 16, 2 1s are 2, 2 4s are 8, 2 3s are shit
2 3 is 6, റിമൈൻഡർ 1 വരും. ഇവിടെ വരെ എഴുതി കഴിഞ്ഞാൽ 56 എന്ന് പറയുന്നത് 2 2s are 4, 4 2s are 8, 8 into 7 plus 2 raised to n ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എല്ലാം 2 raised to ൻ്റെ ടേംസിൽ നമ്മൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുകയാണ്. 2 cube into 7, 7ന് നമ്മളിപ്പം 2 raised to ൻ്റെ ടേംസിൽ എഴുതാൻ വേണ്ടി നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 8 minus 1 ആണ് 7. 8 minus 1 ആണ് 7. അങ്ങനെയാണെങ്കിൽ 7നെ നമുക്ക് 2 cube minus 1 എന്ന് എഴുതാൻ പറ്റും. സോ 2 cube minus 1 plus 2 raised to n, that is equal to 2 raised to 3 plus 3 6 minus 2 cube plus 2 raised to n. അങ്ങനെയാണെങ്കിൽ മാറ്റിയാണ് 2 raised to m minus 2 raised to n എന്ന് പറഞ്ഞാൽ 2 raised to 6 minus 2 raised to 3 ആണ്. അങ്ങനെയാണെങ്കിൽ m എന്താ, m നമുക്ക് 6 ആണെന്ന് പറയാം, n നമുക്ക് 3 ആണെന്ന് പറയാം. ഓക്കെ അല്ലേ? യാ. സോ ദിസ് ഈസ് ആൻസർ. ഈ പ്രോബ്ലം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. സോ ഇങ്ങനൊന്ന് കീമും ഒക്കെ വരുന്ന സാധനമാണ് ഈ സംഭവം. ഓക്കെ യാ. ക്യുസാറ്റ് 23 ചോദിച്ചു. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് അറിയേണ്ട സാധനം എന്ന് പറഞ്ഞാൽ എയിലിപ്പം n എലമെൻറ്റ്സ് ഉണ്ട്. ഈ കേസിൽ എയിൽ m എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിന് 2 raised to m സബ്സെറ്റ്സ് ഉണ്ടായിരിക്കും. അതിലൊരു സബ്സെറ്റ് എന്തായാലും നൾ സെറ്റ് ആയിരിക്കും, ഒരു സബ്സെറ്റ് ആ m എലമെൻറ്റ്സ് ഓടെ ആയിരിക്കും, ബാക്കിയെല്ലാം അതിൻ്റെ കുഞ്ഞു കുഞ്ഞു സബ്സെറ്റ്സുകളായിരിക്കും ബാക്കിയെല്ലാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Third question. Yeah, so this is a polynomial question. If root 5 and minus root 5 are the roots of the polynomial x cube plus 3x square minus 5x plus 15, then the third root is, ഇതൊരു 3 ഡിഗ്രി പോളിനോമിയലാണ്. 3 ഡിഗ്രി പോളിനോമിയലിന് 3 റൂട്ട്സ് ആണ് ഉണ്ടാവുക. ടോട്ടൽ റിയലും കോംപ്ലക്സും എല്ലാം കൂടെ ചേർത്ത് ഒരു 3 ഡിഗ്രി പോളിനോമിയൽ 3 റൂട്ട്സ് എന്തായാലും കാണും. ഒരു 2 ഡിഗ്രി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സാധനമാണ്, ലൈക്ക് ഹയസ്റ്റ് പവറിനെയാണ് നമ്മൾ ഡിഗ്രി എന്ന് വിളിക്കുന്നത്. അപ്പോൾ 3 ഡിഗ്രി പോളിനോമിയലിന് 3 റൂട്ട്സ് ഉണ്ടാവും ഉറപ്പായിട്ട്, ലൈക്ക് റിയൽ റൂട്ട്സും കോംപ്ലക്സ് റൂട്ട്സും എല്ലാം കൂടെ ചേർന്നിട്ട് 3 റൂട്ട്സ് ഉണ്ടാവും. 2 ഡിഗ്രി പോളിനോമിയലിൽ 2 റൂട്ട്സ് എന്തായാലും കാണും. ഓക്കെ, ചില ക്വസ്റ്റ്യനിൽ നമ്മൾ കാണും നമ്പർ ഓഫ് റിയൽ റൂട്ട്സ്. അപ്പോൾ നമ്മൾ അങ്ങനെ റിയൽ റൂട്ട്സ് കാണുമ്പോഴത്തേക്കും ഒരു 3 ഡിഗ്രി പോളിനോമിയലിൽ തന്നിട്ട് നമ്പർ ഓഫ് റിയൽ റൂട്ട്സ് എന്ന് ചോദിക്കുമ്പം 3 എഴുതി വെക്കാൻ പാടില്ല. കാരണം 3 എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് റൂട്ട്സ് ആണ്. ആ ടോട്ടൽ റൂട്ട്സിൽ റിയൽ റൂട്ട്സും വരാം, മറ്റേ കോംപ്ലക്സ് റൂട്ട്സും വരാം. ഓക്കെ, സോ ഈ കേസിൽ ഇതേണ്ടോ ഇത് കോംപ്ലക്സ് റൂട്ടാണ്. മൈനസ് റൂട്ട് 5 എന്ന് പറയുന്നതൊരു കോംപ്ലക്സ് റൂട്ടാണ്. അതിന് നമുക്ക് വേണമെങ്കിൽ 5i എന്നൊക്കെ എഴുതാം. ശരിയല്ലേ? 5i എന്നല്ലേ എഴുതുന്നത്? 5i എന്നൊക്കെ എഴുതാം. 5i ആണോ റൂട്ട് 5i ആണോ? വെയിറ്റ് ഗൈസ്, ഇതൊരു കോംപ്ലക്സ് നമ്പർ അല്ലല്ലോ. എന്ത് പരിപാടി കാണിക്കുന്നത്? ഓക്കെ, അതാണ് ഞാൻ പറയുന്നത്. ചില സമയത്ത് ഇത് കോംപ്ലക്സ് അല്ല കേട്ടോ ഗൈസ്. ഐം സോ സോറി. കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ റൂട്ടിനകത്ത് വരുന്ന സാധനമാണ് ഗൈസ്. സോ ദിസ് ഇസ് കോംപ്ലക്സ്. ഞാൻ എന്തിനും ഇങ്ങനെ കൂടുതലും പറയണേ? ഐം സോ സോറി. ഓക്കെ. യാ, അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഒരു ഇതിന് ഒരു 3 ഡിഗ്രി പോളിനോമിയലിന് റിയൽ റൂട്ട്സും വരാം, കോംപ്ലക്സ് റൂട്ട്സും വരാം. പക്ഷേ ഇതിനിപ്പം 2 റൂട്ട്സ് തന്നിട്ടുണ്ട്. മൂന്നാമത്തെ റൂട്ട്സ് ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ചില ക്വസ്റ്റ്യൻ ഞാൻ പറയണം, ചില ക്വസ്റ്റ്യനിൽ ചോദിക്കും ലൈക്ക് ഒരു പോളിനോമിയൽ തന്നിട്ട് ഇതിൽ എത്ര റൂട്ട്സ് ഉണ്ടെന്ന് ചോദിക്കും. അപ്പോൾ ഇതൊരു 3 ഡിഗ്രി പോളിനോമിയലാണ്. 3 എന്ന ഓപ്ഷൻ നമുക്ക് നേരെ പോയത് എഴുതാൻ പറ്റത്തില്ല. കാരണം ചില സമയത്ത് അതിൽ റിയൽ റൂട്ട്സും ഉണ്ടാവും, കോംപ്ലക്സ് റൂട്ട്സും ഉണ്ടാവും. ഓക്കെ, യാ, ഈ ക്വസ്റ്റ്യൻ അത് ബാധിക്കുന്ന കാര്യമില്ല. ഞാൻ എന്തോ ഇത് കോംപ്ലക്സ് റൂട്ട്സ് ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്തായാലും ഇരിക്കട്ടെ. ഓക്കെ, സോ 3 -3 5 -5 ആണ് ഓപ്ഷൻസ്. ഓക്കെ, സോ ഇത് ഞാൻ ചെയ്ത് നോക്കേണ്ടിയില്ല, പക്ഷെ നമുക്ക് ചെയ്ത് നോക്കാം. ഇത് രണ്ടും ഇതിൻ്റെ റൂട്ട്സ് ആണെന്ന് പറയുന്നുണ്ട്. അതായത് ഈ 2 വാല്യൂസും ഇതിലിട്ട് കൊടുത്താൽ ഇത് 0 ആയിരിക്കില്ലേ? 5 √5 പ്ലസ് 3 5s are 15 minus 5 √5 plus 15 equal to 0. യെസ്, ഇത് രണ്ടും ഇതിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ദീസ് 2 ആർ ദ റൂട്ട്സ് ഓഫ് ദിസ്. അത് നമുക്ക് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, ഞാൻ ചുമ്മാ ചെയ്ത് നോക്കിയതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ലൈക്ക് ഇങ്ങനെ എഴുതിക്കൂടെ?
ഇത് രണ്ടും ഇതിനെ സോൾവ് ഇതിൽ ചെയ്യുന്നുണ്ടെങ്കിൽ 5 മൈനസ് റൂട്ട് 5 എക്സ് മൈനസ് റൂട്ട് 5ഉം എക്സ് പ്ലസ് റൂട്ട് 5ഉം ഇതിനെ ഫാക്ടറൈസ് ചെയ്യുമെന്ന് നമുക്ക് പറഞ്ഞൂടെ? എടാ നോക്കിയേ, എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഈക്വൽ ടു 0. ഓക്കെ, സോ ഇതിൻ്റെ റൂട്ട്സാണ് -1ഉം -1 1 പ്ലസ് 1 -2 പ്ലസ് 1 -1ഉം -1 തന്നെയാണ് ഇതിൻ്റെ റൂട്ട്സ്. -1 ഇതിൻ്റെ റൂട്ടാണെങ്കിൽ നമ്മൾ പറയില്ലേ എക്സ് മൈനസ് 1 എക്സ് പ്ലസ് 1 ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന്. എക്സ് പ്ലസ് 1 കൊണ്ട് നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പറയത്തില്ലേ, ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പറയത്തില്ലേ? അപ്പോൾ അതുപോലത്തെ ഒരു സംഭവമാണ് ഇവിടെ. ഇത് രണ്ടും ഇതിൻ്റെ റൂട്ട്സ് ആണെങ്കിൽ ഈ രണ്ട് ഫോംസും ഇതിനെ ഫാക്ടറൈസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേറൊരു പുതിയ ഫോം ഉണ്ടാക്കാം. എക്സ് സ്ക്വയർ മൈനസ് 5 ഇതിനെ ഫാക്ടറൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിനെ ഫാക്ടറൈസ് ചെയ്യുന്നുണ്ട്. സോ ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു ഡിവിഷൻ മെത്തേഡാണ് ഫാക്ടറൈസേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിളായ ഡിവിഷൻ മെത്തേഡ്. ഈ ഡിവിഷൻ മെത്തേഡ് നിങ്ങൾക്ക് പിന്നീട് ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, ഞാനിപ്പോൾ കമ്പ്യൂട്ടർ സയൻസാണ് പഠിക്കുന്നത്. സോ ഈ നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിൽ മാത്തമാറ്റിക്സ് പ്രോബ്ലമൊക്കെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്കിങ്ങനെ 3 ഡിഗ്രി പോളിനോമിയൽസൊക്കെ പെട്ടെന്ന് ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിട്ടുള്ളൊരു സാധനമാണ് ഈ എന്താ പറയണ ഡിവിഷൻ മെത്തേഡ്. സോ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മൾക്ക് ഇത് മനസ്സിലായല്ലോ, ഈ സംഭവം എങ്ങനെ വന്നതെന്ന് മനസ്സിലായല്ലോ. ഇത് രണ്ടും ഇതിൻ്റെ റൂട്ട്സ് ആയിരുന്നു. അപ്പോൾ നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാൻ പറ്റി. എന്നിട്ട് ഈ രണ്ട് റൂട്ട്സും സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളത് കൊണ്ട് നമ്മൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇങ്ങനൊരു പുതിയ പോളിനോമിയൽ ഇതുമായിട്ട് ഫാക്ടറൈസ് ആവുമെന്ന് മനസ്സിലായി. ഇതുമായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 0 കിട്ടും. ഓക്കെ, യാ, ദാറ്റ്സ് ദ തിങ്. അപ്പോൾ ഞാൻ ഇതും കൂടെ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ലൈക്ക് നമ്മളിങ്ങനെ ഇതിൽ എടുത്ത് ഇവിടെ ഇട്ടിടാം. ഓക്കെ, നമ്മുടെ ചെറിയ സാധനം ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 5 ഇവിടെ ഇട്ടിടാം. അതായിരുന്നു നമ്മുടെ ചെറിയ പോളിനോമിയൽ. വലിയ പോളിനോമിയൽ അതിനകത്ത് ഇട്ടിടാം. എക്സ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ മൈനസ് 5x മൈനസ് 15 ഓക്കെ, യാ. സോ ഇത് നമ്മൾ ഫാക്ടറൈസ് ചെയ്യാൻ പോകണം ഗൈസ്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. നമ്മൾ നോക്കണം എക്സ് സ്ക്വയറും എക്സ് ക്യൂബും കൂടെ നോക്കാം. ഈ എക്സിനെ ഒരു എക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ എക്സ് സ്ക്വയറിന് ഒരു എക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് ക്യൂബ് ആവത്തില്ലേ? നമ്മുടെ നോർമൽ ഡിവിഷൻ പോലെ തന്നെ വേണം നമുക്ക് നോക്കുക. ഇനി നമുക്ക് അടുത്തുള്ള ടേം -5x എക്സ് ആണ്. -5x എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? -5x ആവും. അത് നമ്മൾ ഇവിടെ കൊണ്ടെഴുതണം -5x. കാരണം എക്സ് ക്യൂബിൻ്റെ ടേം നമുക്കിപ്പം ഇല്ല. ഓക്കെ, ഇല്ല. അത് വരുന്ന കണ്ടീഷൻസ് ഉണ്ട്, പക്ഷേ ഈ കേസിൽ നമുക്കില്ല. നമുക്ക് ഇവിടെ സ്പേസ് കിട്ടും. ഇതിവിടെ നോർമൽ ഡിവിഷൻ പോലെ തന്നെ നമുക്ക് തോന്നുമ്പോൾ ജസ്റ്റ് പ്ലസ് മൈനസ് ഒക്കെ എക്സ് ഇവിടെ ഉള്ളതേ ഉള്ളൂ. യെസ്, ഇറ്റ്സ് വെരി സിമ്പിൾ. ഇനി നമ്മൾ ഇത് രണ്ടും കൂടെ ജസ്റ്റ് മൈനസ് ചെയ്യാം. അപ്പം എക്സ് ക്യൂബ് മൈനസ് എക്സ് ക്യൂബ് 0 ആണ്. 3x സ്ക്വയർ മൈനസ് 0x സ്ക്വയർ എക്സ് സ്ക്വയറിൻ്റെ ടേം അവിടെ ഇല്ല. 0x സ്ക്വയർ -5x സ്ക്വയർ -5x ദാറ്റ് ഇസ് -5x പ്ലസ് 5x ദാറ്റ്സ് ഈക്വൽ ടു 0. പിന്നെ -15. ഇനി നമ്മൾ നോക്കുക, ഈ 3x സ്ക്വയർ ഇവിടെ ഒരു പ്ലസ് ഇട്ട് കൊടുത്താൽ 3x സ്ക്വയർ എക്സ് സ്ക്വയറും തമ്മിൽ എക്സ് സ്ക്വയറിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 3x സ്ക്വയർ കിട്ടും. സോ 3x സ്ക്വയർ മൈനസ് പിന്നെ 0 -5x 5ഉം 3യും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -15 കിട്ടും. ഡിനോമിനേറ്ററിൽ 0 കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടും എക്സ് പ്ലസ് 3യും ഇതിൻ്റെ ഒരു ഫാക്ടറാണ്. അതായത് എക്സിന് -3 എന്ന വാല്യൂ കിട്ടിയാലും ഈ സാധനം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇത് കിട്ടി -3. ഓക്കെ, ഇനിയിപ്പോൾ ഒന്നുമില്ല, നിങ്ങൾക്കിപ്പോൾ ഇത് ചെയ്യാൻ ടൈമില്ലെന്ന് വെച്ചോ. ഓക്കെ, ഈ ഡിവിഷനൊക്കെ ചെയ്യാൻ ടൈമില്ലെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഓപ്ഷൻസ് ഇട്ട് കൊടുത്താൽ മതി. ഓരോന്നും എടുത്ത് ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് ഏതാ സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് നോക്കാം. ലൈക്ക് ഇതല്ലേ നമ്മുടെ പോളിനോമിയൽ. യാ, സോ നമ്മൾ 3 ഇട്ട് കൊടുക്കുക. 3 ക്യൂബ് 27 ആവും. 27 പ്ലസ് വീണ്ടും 3 ക്യൂബ് തന്നെ 27 -15 യാ, എനിക്ക് തോന്നുന്നില്ല ഇത് റെഡി ആവുമെന്ന്. സോ ലൈക്ക് ദിസ് ആൻസർ ഇസ് റോങ്. പിന്നെ നമുക്ക് വീണ്ടും -3 ഇട്ട് കൊടുക്കാം. -27 പ്ലസ് 27
-15 +15 -15 ഇത് 0 ആവുന്നുണ്ട് ഗൈസ്. സോ ലൈക്ക് -3 ഡയറക്റ്റ് എടുത്താൽ ഇത്ര ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ലൈക്ക് ഈ മെത്തേഡ് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ബിക്കോസ് പിന്നീട് ആവശ്യം വരും നമുക്ക്. പിന്നീട് പിന്നെ 3 ഡിഗ്രി പോളിനോമിയൽസൊക്കെ പറയട്ടെ കമ്പ്യൂട്ടർ സയൻസിൽ ലീനിയർ ആൾജിബ്ര എന്നൊക്കെ പറഞ്ഞിട്ട് മാത്തമാറ്റിക്സിലൊക്കെ വരുന്നുണ്ട്. സോ ആ സമയത്തൊക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കും. ആരും ഉണ്ട് ഗൈസ്? അറിയില്ല. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. സോ ഇതിന് ആൻസർ കിട്ടിയാൽ ഇതിന് ആൻസർ -3 ആണ്. കാരണം x + 3 = 0 നമുക്ക് കിട്ടി. ഓക്കെ, സോ 4th ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് 2 പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. 3x - y - 5 = 0 ആൻഡ് 6x - 2y - p = 0. നമ്മളോട് ചോദിച്ചേക്കുന്നത് വിച്ച് വാല്യൂസ് ഓഫ് p വിൽ ദീസ് 2 ലൈൻസ് ബി പാരലൽ? ഈ 2 ലൈനും പാരലൽ ആവുന്നത് എപ്പോഴായിരിക്കും? ഇതാണ് പാരലൽ, ഇതാണ് പെർപെൻഡിക്കുലർ. ഷോർട്ട് നോട്ട്സ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓൾ റിയൽ വാല്യൂസ് എക്സെപ്റ്റ് 10. ഓപ്ഷൻ ബി ഈസ് 10, സി ഈസ് 5/2, ഡി ഈസ് 1/2. സോ ദീസ് ആർ ഓൾ ദി ഓപ്ഷൻസ്. ഓക്കെ, 1/2 നമുക്ക് എന്താ എഴുതാൻ കഴിയാത്ത 1/2. ഓക്കെ, നമുക്ക് നമ്മളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 പെയർ ഓഫ് ലൈൻസ് തന്നിട്ടുണ്ട്. ഇത് പാരലൽ ആവുന്നത് പിയുടെ ഏത് വാല്യൂവിലാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ചുമ്മാ സ്ലോപ്പ് എടുത്താൽ മതി. ഇപ്പോൾ സ്ലോപ്പ് എടുക്കുന്നത് ax + by + c = 0. ഇതൊരു സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണെങ്കിൽ ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -a/b എന്നാണ്. അല്ലേ ഗൈസ്? -a/b എന്നാണ്. ലൈക്ക് വി ക്യാൻ ലൈക്ക് മേ ബി ചെക്ക്. -a/b ആയിരുന്നില്ല ഗൈസ്? ആണാണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് വേണേൽ നോക്കാം. ax + b + c = 0യിൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പം എക്സിന് 0 ഇട്ട് കൊടുത്താൽ y ആക്സിസിൽ എവിടെ ആയിരിക്കും? y = -c/b. yക്ക് 0 ഇട്ട് കൊടുത്താൽ x is equal to -c/a. this is our line. ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് this point is എക്സിന് 0 എക്സിന് ഗൈസ് മൈനസ് എന്ന് പറയുമ്പോൾ ഇപ്പുറത്തല്ലേ വരുന്നത് ഗൈസ്? അത് CA ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാൻ, അത് ജസ്റ്റ് ഇഗ്നോർ. -c/a, 0. ഈ പോയിൻ്റ് എന്ന് പറയുന്നത് 0, -c/b. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y2 - y1/x2 - x1 അല്ലേ? അങ്ങനെയാണെങ്കിൽ y2 ഓക്കെ, ഇത് നമുക്ക് വേണമെങ്കിൽ x1 y1 ഇതിനെ x2 y2 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ y2 - y1 is c/b divided by x2 - x1 -c/a. c വെട്ടിപ്പോവും. 1/b - 1/a മോളി വരും. യെസ് ഗൈസ്, c - a/b ആണ് നമ്മുടെ സ്ലോപ്പ്. മെമ്മറി പവർ ഗൈസ്. പക്ഷേ ലൈക്ക് ഇങ്ങനെയാണ് സംഭവം. നിങ്ങൾക്ക് ലൈക്ക് കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ ഡെറൈവ് ചെയ്തെടുക്കാം. കിട്ടിയില്ല പക്ഷേ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ഇങ്ങനെയൊക്കെ ഡെറൈവ് ചെയ്തെടുക്കാം. സ്ലോപ്പ് y2 - y1 x2 - x1 ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, സോ ദിസ് ഇസ് ദ സംഭവം. ax + by = 0 ആണെങ്കിൽ സ്ലോപ്പ് is equal to -a/b ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് വണ്ടെ സ്ലോപ്പ് -3/-1 = 3 ആണ്. സെക്കൻഡ് വണ്ടെ സ്ലോപ്പ് 6 -6/-2 that is also equal to 3. ഓക്കെ, അപ്പോൾ രണ്ടും 3 ആണെങ്കിൽ ഗൈസ് ഇത് എപ്പോഴും പിയിൽ എന്ത് വാല്യൂ കിട്ടിയാലും പി റിയൽ പി സാറ്റിസ്ഫൈ ചെയ്യുമല്ലോ. വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ?
ഇല്ല, ഇത് പാരലൽ ആവണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇതല്ലെങ്കിൽ പാരലലാണ് ഗൈസ്. ഇവരെന്താ ഈ പറയണത്? ഓൾ റിയൽ വാല്യൂസ്, എന്ത് റിയൽ വാല്യൂസ് ഇട്ടാലും ഇത് പാരലലാണ് എക്സെപ്റ്റ് 10 എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്താ 10 ഇട്ട് അതെന്തായി വരും? അത് രണ്ട് സെയിം ലൈനായി മാറും ഗൈസ്. യെസ്, ഇതിൽ 10 ഇട്ട് കഴിഞ്ഞാൽ ഇത് രണ്ട് സെയിം ലൈൻസായി മാറും. അപ്പോൾ പിന്നെ നമുക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നെ ഓൾ റിയൽ വാല്യൂസ് എക്സെപ്റ്റ് 10 ആണ് അതിൻ്റെ ആൻസർ. കാരണം പിയിൽ എന്ത് വാല്യൂ ഇട്ടാലും ഇത് പാരലായിരിക്കും എക്സെപ്റ്റ് 10. കാരണം 10 ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിനെ ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ട് സെയിം ലൈനായില്ല ഗൈസ്. കാരണം ഇത് രണ്ട് സെയിം ലൈൻ. ഓക്കെ, ഇത് രണ്ട് സെയിം ലൈനായി. സോ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് സംഭവം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് പ്രോബ്ലം. ഇനി നമുക്കൊരു മെട്രിക്സിൻ്റെ പ്രോബ്ലം നോക്കാം. നല്ല വൃത്തിയുടെ ചോദ്യമാണെന്ന് തോന്നുന്നു. എന്നിട്ട് നമുക്ക് ചെയ്തല്ലേ പറ്റും. ഓക്കെ, സോ യാ, ഓക്കെ. അപ്പോൾ ഗൈസ്, ഈ റിസൾട്ട് വേണമെങ്കിൽ ഓർത്ത് വെച്ചോ. ഈ നല്ല റിസൾട്ടാണ്. ലൈക്ക് വെരി യൂസ്ഫുൾ. ax + by + c = 0 ആണെങ്കിൽ സ്ലോപ്പ് = -a/b ആയിരിക്കും. ഞാൻ ബിൽഡർ ഇത് കാണിച്ചിരുന്നു. സോ ഗൈസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോബ്ലം നമ്പർ 5. ഇതിൽ a = aij. ഇങ്ങനെയൊക്കെ കണ്ടാൽ നിങ്ങൾ ഒരിക്കലും പേടിക്കരുത്. ഞാനിതൊക്കെ കണ്ടിട്ട് ഫുൾ ടൈം പേടിച്ചിരിക്കുന്നതാണ് ഗൈസ്. ഇത് ജസ്റ്റ് സിംപ്ലി ഒരു മെട്രിക്സ് ആണെന്നും അതിൽ ഓരോന്ന് a11, a12, a13, a21, a22, a23, a31, a32, a33. ഇതിനെ ആണ് നമ്മൾ ഷോർട്ട് ഫോമിൽ ഇങ്ങനെയൊക്കെ അവർ റെപ്രസെൻറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, കാരണം ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് അവർക്ക് പ്രിൻ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ജസ്റ്റ് എ വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് മണി ഗൈസ്. ഓക്കെ, വെയിറ്റ്. ഇതൊരു സിമെട്രിക് മെട്രിക്സ് ഓഫ് ഓർഡർ 2/2 ആണെന്ന് പറഞ്ഞത്. സോ ഗൈസ്, ഇത് 2/2 മെട്രിക്സ് ആണ്, 3/3 മെട്രിക്സ് അല്ല. അപ്പോൾ ലൈക്ക് ഇത്രേ ആവശ്യമുള്ളൂ. പക്ഷേ എന്തിനല്ലേ വളരെ കഷ്ടപ്പെട്ടത്. 2/2 മെട്രിക്സ് ആണെന്ന് തന്നിട്ടുണ്ട്. ഇതൊരു സിമെട്രിക് മെട്രിക്സ് ആണെന്ന് തന്നിട്ടുണ്ട്. സിമെട്രിക് മെട്രിക്സ് എന്താണെന്നറിയാമോ? സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എനോട് ഈക്വൽ ആയിരിക്കും. എ ട്രാൻസ്പോസ് = എ. അതായത് ദിസ് വിൽ ബി ഈക്വൽ ടു, ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ a11, a12, a21, a22. ലൈക്ക് 1, 2, 3, 4 ആണെങ്കിൽ ഇതിൻ്റെ ട്രാൻസ്പോസ് 1, 2, 3, 4 അല്ലേ? സോറി, 1, 3, 2, 4, 1, 3, 2, 4 അല്ലേ? അപ്പോൾ ഇത്രേ ഉള്ളൂ ട്രാൻസ്പോസ് എന്ന് പറയുന്ന സംഭവം. സിമെട്രിക് ആണെങ്കിൽ ഇത് രണ്ട് ഈക്വൽ ആയിരിക്കണം. അതായത് ഇങ്ങനെ പറയണ പോലെ 1, 3, 4 ഇതും ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ എങ്ങനെ ഇരിക്കും? ഞാൻ എൻ്റെ ട്രാൻസ്പോസ് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും സെയിം ആണ് ഗൈസ്. സോ അതിൻ്റെ അർത്ഥം ഇതൊരു സിമെട്രിക് മെട്രിക്സ് ആണെന്നാണ്. സോ അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. എ ട്രാൻസ്പോസ് = എ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ. നമ്മുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, പിന്നെ നമ്മുടെ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ഒരു തന്നിട്ടുണ്ട്. ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇസ് -15. ഓക്കെ ഗൈസ്, ഇത് മോഡുലസ് അല്ല, ഡിറ്റർമിനൻ്റ് ആണ്. ഓക്കെ, ഇതിന് മൈനസ് ആയിട്ട് ഡിറ്റർമിനൻ്റ് മൈനസ് ആവാം. ഓക്കെ, ദിസ് ഇസ് നോട്ട് മോഡുലസ്, ദിസ് ഇസ് ഡിറ്റർമിനൻ്റ്. മെട്രിക്സ് കാണുമ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ദിസ് ഇസ് ഡിറ്റർമിനൻ്റ്. ഓക്കെ, എനിക്ക് പലപ്പോഴും മിസ്റ്റേക്ക് അടിക്കാറുണ്ട്. ഞാൻ വിചാരിക്കും ഈ ക്വസ്റ്റ്യൻ എന്താ തെറ്റോ ഗൈസ്. എ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് പെട്ടത്തിലാണ് ഗൈസ്, പക്ഷെ എന്നാലും. ഓക്കെ, ദെൻ CIJ എന്ന് പറയുന്ന കോഫാക്ടർ ഓഫ് എ ആണ്. CIJ എന്ന് പറഞ്ഞാൽ അവർ റെപ്രസെൻറ്റ് ചെയ്യുന്ന എല്ലാം കോഫാക്ടർ ഓഫ് എ ആണെന്നാണ് പറയുന്നത്. ദെൻ ദ വാല്യൂ ഓഫ് A21, C12 പ്ലസ് A22, C22. ഇതിൻ്റെ വാല്യൂ ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ ഗൈസ്, ഞാൻ ചോദിച്ചിട്ടെ, ഇത് എ ട്രാൻസ്പോസ്. എയുടെ ഡിറ്റർമിനൻ്റ് എയുടെ ഡിറ്റർമിനൻ്റ് നമുക്ക് -15 തന്നിട്ടുണ്ട്. എയുടെ ഡിറ്റർമിനൻ്റ് എടുക്കുകയാണെങ്കിൽ A11, A22 -A12, A21. ദിസ് ഇസ് ഈക്വൽ ടു -15. സോ ഇത് നമുക്ക് ചുമ്മാ ഇങ്ങനെ സൈഡിൽ അങ്ങനെ മാറ്റി വെച്ചേക്കാം. നമുക്ക് C കണ്ടുപിടിക്കാം. C എന്ന് പറയുന്നത് ഇതിൻ്റെ കോഫാക്ടറാണ്. സോ കോഫാക്ടർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? കോഫാക്ടർ കണ്ടുപിടിക്കുന്നത്
കോഫാക്ടർ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടാണല്ലോ മൈനർ കണ്ടുപിടിക്കുന്നത്. സോ കോഫാക്ടർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ജസ്റ്റ് നമ്മളിങ്ങനെ A11 A22 മൈനസ് A12 A21 1 മിനിറ്റ് 1 2 3 4 ഇതിൻ്റെ കോഫാക്ടർ നമ്മളിപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? 4 1s 4. ഒരു 2/2 മെട്രിക്സിൻ്റെ കോഫാക്ടർ എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? 1 സെക്കൻഡ്. മൈനർ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ കോഫാക്ടർ കണ്ടുപിടിക്കുന്നത്. സോ 3/3 മെട്രിക്സിൽ നമ്മൾ ലൈക്ക് NCERT കുറേ പ്രോബ്ലം ചെയ്യുന്നുണ്ട് മൈനർ കണ്ടുപിടിക്കാനും കോഫാക്ടർ കണ്ടുപിടിക്കാനും ഒക്കെ. 2/2 മെട്രിക്സിലും അങ്ങനെ തന്നെ സംഭവമാണ് ചെയ്യുന്നത്. ലൈക്ക് നമ്മൾ 3/3 മെട്രിക്സിലും 2 3 4 5 6 7 8 9 മൈനർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്മൾ ലൈക്ക് ഇത് ജസ്റ്റ് ഇതിൻ്റെ മൈനർ കണ്ടുപിടിക്കണമെങ്കിൽ ഇതും ഫോർഗെറ്റ് ചെയ്തിട്ട് ബാക്കി സാധനത്തിൻ്റെ മൾട്ടിപ്ലൈ ചെയ്യും, മൈനസ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇവിടെ അതിന് ചെയ്താൽ മതി. ഇതിൻ്റെ മൈനർ കണ്ടുപിടിക്കണമെങ്കിൽ ഇതും ഫോർഗെറ്റ് ചെയ്തിട്ട് ഇതാണ് ഇതിൻ്റെ മൈനർ. ലൈക്ക് ജസ്റ്റ് അത് മാത്രമേ ഉള്ളൂ. സോ അത് തന്നെയാണ് അതിൻ്റെ മൈനർ. സോ നമ്മളിവിടെ മൈനറാണ് കണ്ടുപിടിക്കുന്നത് 4. പിന്നെ 2ൻ്റെ മൈനർ കണ്ടുപിടിക്കാൻ വേണ്ടി ഇതും ഫോർഗെറ്റ് ചെയ്യുക. അപ്പോൾ 3യുടെ മൈനറാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇതും ഫോർഗെറ്റ് ചെയ്യുക. അപ്പോൾ 2. 4ൻ്റെ മൈനറാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇതും ഫോർഗെറ്റ് ചെയ്യുക. അപ്പോൾ 1. ഓക്കെ. ദെൻ 3/3 മെട്രിക്സിൻ്റെ കോഫാക്ടറാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ എന്താ ചെയ്യണം? നമ്മൾ മൈനർ കണ്ടുപിടിച്ചിട്ട് അതിലെ ലൈക്ക് ഇവിടെ ഉള്ളതിനെയൊക്കെ മൈനസ് ചെയ്യും. ലൈക്ക് ഈ ലൊക്കേഷൻ ഇങ്ങനെ വരുന്ന ലൊക്കേഷനിലുള്ള സ്ഥലമെല്ലാം മൈനസ് ചെയ്യും. അപ്പം ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ആക്ച്വലി 1 2 2 1 2 എന്ത് കേസ് ചെയ്യണത് 1 1 1 2 1 3 2 1 2 2 2 3 I plus j ഈക്വൽ ടു ഇതൊരു 3/3 മെട്രിക്സ് അല്ലേ. I plus j ഈക്വൽ ടു 3 ആയ വാല്യൂസിലെല്ലാം നമ്മൾ ലൈക്ക് മൈനസ് സൈൻ ഇടും, അല്ലെങ്കിൽ അതിനെ നെഗേറ്റ് ചെയ്യും. ഓക്കെ, ലൈക്ക് മൈനസ് ആണെങ്കിൽ പ്ലസ് ആവും, പ്ലസ് ആണെങ്കിൽ മൈനസ് ആവും. സോ അതിന് നെഗറ്റീവ് നമ്മൾ ഈ പർട്ടിക്കുലർ സ്ഥലങ്ങളിൽ മാത്രമേ ചെയ്യുന്നത്. 1 2 2 1 പിന്നെ ഇവിടെ എത്ര 2 3 ഇത് 3 2. I plus j എന്ന് പറയുന്ന ഓഡ് നമ്പർ ആകുമ്പോഴാണല്ലോ നമ്മൾ ചെയ്യണേ. The equation is -1 raised to I plus j. -1 raised to I plus j satisfy I plus j വെച്ച് എല്ലാം മൾട്ടിപ്ലൈ ചെയ്യും. സോ ഈ I plus j എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആയിരിക്കണം എന്നാലേ ലൈക്ക് ഇത് സാറ്റിസ്ഫൈ ആവത്തുള്ളൂ. ഓക്കെ, അപ്പം ഇതാണ് സംഭവം. 3 ഒന്നും അല്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കുറേ മിസ്റ്റേക്കുകളൊക്കെ പറ്റും ഗൈസ്, ഞാനെല്ലാം മറന്നു പോയല്ലേ. ഓക്കെ, സോ ഇതാണ് സംഭവം. I plus j വരും. അപ്പോൾ
3 + 2 5, 3 + 2 5, 2 + 2 3, 2 + 2 3. അപ്പോൾ I + j × -1 കൊണ്ട് എല്ലാ നമ്പേഴ്സിനെ ഇൻറ്റു ചെയ്താൽ നമുക്ക് കോഫാക്ടർ കിട്ടും. സോ ഇവിടെ നമുക്ക് കോഫാക്ടർ എഴുതാൻ പറ്റും. കോഫാക്ടർ ഓഫ് ij = 4. ഇത് ആക്ച്വലി 1 1 1 2 2 1 2 2 ആണ്. അപ്പോൾ ഇതിൽ ഓഡ് നമ്പർ വരുന്നത് ഇതിലാണ്. അപ്പോൾ ലൈക്ക് അത് രണ്ടും നമുക്ക് മൈനസ് ചെയ്താൽ 4 - 3 - 2 1 കിട്ടും. ദാറ്റ് ഈസ് ദ കോഫാക്ടർ ഓഫ് ദാറ്റ്. യാ, ദാറ്റ്സ് ഇറ്റ്. ഇതാണ് സംഭവം. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതൊന്നും അല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി. നമുക്ക് അവസാനം കിട്ടുന്നത് ഇത് -2 ഇത് -2. സംഭവം എന്താണെന്ന് വെച്ചാൽ 1 2 3 4 ആണെങ്കിൽ അത് 4 - 3 - 2 -1 ആവും. അത് ഇതിൽ കൊണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 ഡിഗ്രി 2/2 മെട്രിക്സിൻ്റെ കോഫാക്ടർ എടുക്കുമ്പോഴത്തേക്കും കോഫാക്ടർ ഈക്വൽ ടു ഇത് എയും ബിയും സിയും ഒക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഇതിന് നമുക്ക് ലൈക്ക് ഇങ്ങനെ എഴുതാം. A22 - A21 - A12 A11 ആണ് ഇതിൻ്റെ കോഫാക്ടർ. സോ ഇത് നമുക്ക് ആക്ച്വലി ഇതിനെ നമുക്ക് C11 C12 C21 C22 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് A21 അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലായി C11 എന്ന് പറയുന്നത് A22 ആണ്. യാ, C22 എന്ന് പറയുന്നത് A11 ആണ്. C12 എന്ന് പറയുന്നത് -A21 ആണ്. ഗൈസ് നമ്മൾ എവിടെയോ എത്തുന്നുണ്ട് ഗൈസ്. നോക്കൂ, ലുക്ക് അറ്റ് ദാറ്റ്. ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ലൈക്ക് ഇത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള സാധനമാണ്. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? A11 A11 ഇവിടെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ A11 എന്ന് പറയുന്നത് C22 ആണ്. A11 വരെ നമുക്ക് C22 എഴുതാം. C22 × A22 മൈനസ് A12 ഇവിടെ ആവശ്യമില്ല. പക്ഷേ A12നെ, അതായത് -A12 = C21 തന്നിട്ടുണ്ട്. C21 -A12 is C21 -A12 is C21. യെസ്, അപ്പോഴും ഗൈസ് പണിപ്പാളും. യാ, ബട്ട് ലുക്ക് അറ്റ് ദാറ്റ്. ലുക്ക് അറ്റ് ദിസ്. A ട്രാൻസ്പോസ് ഉണ്ടോ ഗൈസ്? A ട്രാൻസ്പോസ് A ഈക്വൽ അല്ലേ? അതായത് A21 എന്ന് പറയുന്നത് തന്നെയാണ് A12 എന്ന് പറയുന്നത് തന്നെയാണ് A21. അപ്പോൾ A12 എന്ന് പറഞ്ഞാലും A21 എന്ന് പറഞ്ഞാലും സെയിം. അപ്പോൾ A21 എന്ന് പറഞ്ഞാൽ -A21 എന്ന് പറഞ്ഞാൽ C21 ആണ്. C21 ആണ്. അത് വിട്ടേക്ക്. C12 എന്ന് പറഞ്ഞാൽ -A21 ആണ്. A21 = A12. അപ്പോൾ അതിനെ നമുക്ക് A12 എന്ന് എഴുതാം. C12 = -A12. അപ്പോൾ -A12 ന് പകരം നമുക്ക് +C12 A21. അതായത് ഇത് തന്നെയാണ് -15. അതായത് ഇതിൻ്റെ ആൻസർ -15 ആയിട്ട് വരും. യെസ് ഗൈസ്, ഓപ്ഷനിൽ ആൻസർ ഉണ്ട്. ആൻസർ ഈസ് -15. നിങ്ങൾക്കിത് മനസ്സിലായോ എന്നാണ് എൻ്റെ സംശയം. ഓക്കെ, അതായത് നമ്മൾ കോഫാക്ടർ കണ്ടുപിടിച്ചല്ലോ. ഇതാണ് കോഫാക്ടർ. അതിനെ C ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ അവർ പറഞ്ഞു. അപ്പോൾ നമ്മൾ C ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. എന്നിട്ട് ഇതിനെ എല്ലാം ഇക്വേറ്റ് ചെയ്യാം. A22 = C11 A22 = C11 C22 = A11 C22 = A11. അപ്പോൾ നമ്മൾ അതിനെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. C22ന് A11 ഇട്ട് കൊടുത്തു. അപ്പോൾ അത് ഈ ഇക്വേഷൻ്റെ ഇത്തരം ഭാഗമായില്ലേ. പിന്നെ അടുത്തത് ഇക്വേറ്റ് ചെയ്യാം. C12 = -A12 C21 C21 = -A12 C12 = -A21. അത് രണ്ട് ഇക്വേറ്റ് ചെയ്തു. പക്ഷേ അത് വെച്ചിട്ട് നമുക്കിവിടെ ഗുണമില്ലെന്ന് മനസ്സിലായി. കാരണം ഇതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് A21 വേണം. അതിനെ നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല. പക്ഷേ C12
C12 നമ്മൾക്ക് എങ്ങനെയെങ്കിലും ഒക്കെ മാറ്റണം. ബട്ട് നമുക്ക് മനസ്സിലായി C12 എന്ന് പറയുന്നത് -A21 ആണ്. -A21 വെച്ചും C12 വെച്ചിട്ടും ഗുണമില്ല, കാര്യമില്ല. കാരണം അതിന് നമുക്ക് ഇതാക്കാൻ കഴിയില്ല. അപ്പോഴാണ് നമ്മൾ മനസ്സിലായത് A=A ട്രാൻസ്പോസ് ആയിരുന്നല്ലോ. അതിൻ്റെ അർത്ഥം A21 = A12 ആയിരുന്നു. അപ്പോൾ നമുക്ക് ലൈക്ക് ഇവിടെ A21 വരെ A12 എഴുതിയിട്ട് -A12 വരെ C12 കൊടുക്കാം. അങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യനിലെത്തും. ഇപ്പം ഇതേ ഫോർമാറ്റിൽ തന്നെയാണ് നമ്മുടെ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള ഗിവൺ തിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് -15 ആൻസർ കിട്ടി ഗൈസ്. യെസ്, ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ്. ബൈ എല്ലാവരും ഉണ്ട്. Just trust me with this one. Baby, just trust me with this. Just trust me with this. Yeah, this was 6th question, right? guys. ഞാൻ ആലോചിച്ചില്ല പാടല്ലേ. ഗെയിം റിലേറ്റഡ് സിമ്പിളാണ് ഗൈസ്. പക്ഷെ സംഭവം എന്താണെന്നറിയോ, സിമ്പിളായതുകൊണ്ട് എല്ലാവർക്കും സിമ്പിളാവില്ലേ? എല്ലാവർക്കും സിമ്പിളാവും. ദാറ്റ്സ് സോ സാഡ്. now ഓക്കെ, ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും ചെയ്തായിരുന്നു. സോ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് കിട്ടുമെന്ന്. ഓക്കെ, sin inverse x plus sin inverse y plus sin inverse z. Sin inverse z is equal to 3π/2. Okay, then find the value of x raised to 100 x raised to 100 plus y raised to 100 plus this is the question I see. No, plus z raised to 100 plus 9 by x raised to 101 plus y raised to 101 plus z raised to 101. 9 by x raised to 101 plus y raised to 101 plus z raised to 101. Yeah, this is the thing. ഇത് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് ഇത് 3π/2 അല്ലേ? അതായത് നമുക്ക് ലൈക്ക് ജസ്റ്റ് ഇതിനെ π/2 അതായത് sin inverse x = π/2, sin inverse y = π/2, sin inverse z = π/2. എന്നിട്ട് നമുക്ക് പറയാൻ പറ്റും x = sin 90 degree is 1, sin 90 degree is 1, sin 90 degree is 1. 1 raised to 100 is 1, 1 raised to 100 is 1, 1 raised to 100 is 1, minus 9 by 1 raised to 101 is 1, 1 raised to 101 is 1, 1 raised to 101 is 1. 3 minus 9 by 3 equal to 3 minus 3 equal to 0. Guys, see, so simple, so elegant, just looking like a wow, guys. Yeah, let's go to next question. Question number 7. Let x be an integer such that x ഒരു integer ആണ്, x² minus 3x less than 4 ആണ്. We have to find number of possible values of x. എക്സിന് എത്ര വാല്യൂസ് പോസിബിൾ ആണ്? ഓപ്ഷൻസ് 1 2 3 4. എക്സിന് ഒരു വാല്യൂ പറ്റത്തുള്ളൂ, എക്സിന് 2 വാല്യൂ പറ്റും, എക്സിന് 3 വാല്യൂ പറ്റത്തുള്ളൂ, എക്സിന് 4 വാല്യൂ പറ്റും. നമുക്ക് കണ്ടുപിടിക്കണം ഗൈസ്. ഇതെന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷേ ലൈക്ക് നമുക്ക് നോക്കാം. -4 = 0 നമുക്ക് ഇട്ട് കൊടുക്കാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -4, ആഡ് ചെയ്യുമ്പോൾ -3. പ്ലസ്
പ്ലസ് എക്സ് മൈനസ് 4 ഈക്വൽ ടു 0. ഈക്വൽ ടു 0 ഇട്ടാൽ ലെസ് ദാൻ 0 അല്ലേ? ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത് കേട്ടോ. ദാറ്റ് ഈസ് സോ ബാഡ്. എക്സ് മൈനസ് 4 എക്സ് പ്ലസ് 1 ലെസ് ദാൻ 0. യാ, വാവ് വാവ് ഗൈസ്. നമുക്ക് ഒരു പ്രോബ്ലം ഉണ്ടാകും. ബിക്കോസ് വി ഹാവ് ടു ഡ്രോ എ ഗ്രാഫ്. ഐ തിങ്ക് ഞങ്ങളിതിനെ വേവി കർവ് എന്നൊക്കെ വിളിക്കും. നിങ്ങൾ കേട്ടോണ്ടെന്ന് അറിയില്ല. നമ്മൾ ലൈക്ക് ഒരു നമ്പർ ലൈൻ വരയ്ക്കും. ഓക്കെ, എന്നിട്ട് ലൈക്ക് ഇത് 0 ആവുന്ന വാല്യൂസ്, അതായത് എക്സ് മൈനസ് 4 ഈക്വൽ ടു 0യും എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0യും, അതായത് എക്സ് ഈക്വൽ ടു 4ഉം എക്സ് ഈക്വൽ ടു -1, അതായത് എക്സ് ഈ സാധനങ്ങൾ 0 ആവുന്ന വാല്യൂസിൻ്റെ എക്സ് എടുത്ത് അവിടെ കൊണ്ട് എഴുതി വെക്കും. ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ അറിയില്ല, പക്ഷേ നമ്മൾ ചെയ്യണം എന്നാണെങ്കിൽ ചെയ്യാൻ ഇച്ചിരി സന്തോഷമൊക്കെ തോന്നുവാണെങ്കിൽ നമ്മൾ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, യാ. അപ്പോൾ എക്സ് ഈക്വൽ ടു 4ഉം എക്സ് ഈക്വൽ ടു -1ഉം നമ്മളവിടെ എഴുതിയേക്കാം. ഇത് വേവി കർവാണ്. നമ്മൾ ലൈക്ക് പറയാണ്, നമ്മൾ ലൈക്ക് ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണ്. സോ ഈ ഭാഗത്ത് ഇവിടെ ഒരു 0 ഉണ്ട്. ഓക്കെ, സോ ഈ ഭാഗത്ത് എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കുമോ നെഗറ്റീവ് ആയിരിക്കുമോ നമ്മൾ ആദ്യം ആലോചിക്കണം. എക്സിൻ്റെ വാല്യൂ അല്ല, സോറി, ഫംഗ്ഷൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കുമോ നെഗറ്റീവ് ആയിരിക്കുമോ നമ്മൾ കണക്കണം. ദാറ്റ് ഈസ് ദ വേ ഓഫ് ദ വേവി കർവ്. അപ്പം ഇവിടെ നമുക്ക് ഇതിന് ഇടയ്ക്കുള്ളൊരു വാല്യൂ ഇതിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 0 - 4ഉം 0 + 1ഉം ദാറ്റ് ഈസ് -4. -4 ഈസ് നോട്ട് ലെസ് ദാൻ 0 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ -4 നോട്ട് ലെസ് ദാൻ 0. അതിൻ്റെ അർത്ഥം ഈ ഒരു ഭാഗത്ത് ഈ ഫംഗ്ഷൻ വരുന്നില്ല. ലൈക്ക് ഈ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് ഇവിടെയുമാണ്. ഈ ഭാഗത്ത് ഈ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ദാറ്റ് ഈസ് ദ മെയിൻ പോയിൻറ്റ്. അത്രയും പോർഷനിൽ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു -3 ഇവിടെ അല്ലേ? അല്ല ഗൈസ്, യാ, -3 ഇട്ട് കൊടുത്താൽ -3 - 4 ഈക്വൽ ടു -7 ഇൻറ്റു -3 + 1 is -2. Wait, guys, ഇത് ലെസ് ദാൻ 4 അല്ലേ? ലെസ് ദാൻ 0 അല്ലേ? വാട്ട് am I doing is no. Yeah, my bad. ഞാൻ വിചാരിച്ചത് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന്. -4 ഇട്ട് കൊടുത്താൽ ലൈക്ക് 0 ഇട്ട് കൊടുത്താൽ ഇതിനകത്ത് 0 ഇട്ട് കൊടുത്താൽ 0 - 4 0 + 1 that will be equal to -4. that will be less than 0. ഇത് ശരിയാണ്. ഓക്കെ, ഐ എം സോ സോറി എന്ത് ഇത്ര മിസ്റ്റേക്ക് ആണ്. അതിൻ്റെ അർത്ഥം ഈ ഫംഗ്ഷൻ ഇതിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ ഭാഗത്ത് ഈ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യും. -1 to 4 എന്നൊരു ഇൻ്റർവെല്ലിൽ ഈ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യും. എവിടെയും ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ അപ്പോൾ നമ്മൾ -3 എടുത്തു. -3 ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും -7 ഇൻറ്റു -2 that will be greater than 0. this is not less than 0. അതായത് ഈ ഭാഗത്ത് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഈ ഭാഗത്ത് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പുറത്തും ഒരു ഇട്ട് കൊടുത്ത 5 - 1 1 5 + 1 6 അത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അത് അതിൻ്റെ അർത്ഥം ഇവിടെയും ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് ഇവിടെ മാത്രമാണ്. ഇവിടെയും ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഇവിടെയും ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഇവിടെ മാത്രമാണ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ യാ, ഹൗ മെനി ഇൻറ്റിജർ വാല്യൂസ് ആർ പോസിബിൾ? അവിടെ നിന്ന് നോക്കി എഴുതാം. -1 പോസിബിൾ ആണോ ഗൈസ്? ഇനി നമ്മൾ നോക്കേണ്ടത് ഈ എൻഡ് പോയിൻറ്റ്സിലുള്ള വാല്യൂ നമ്മൾ അവിടെ ഇട്ട് കൊടുക്കുക. ഓക്കെ, ലൈക്ക് -1 എന്ന് പറയും. -1 ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും 1 -3 -2 -1 എടുക്കാം. -1 0 എടുക്കാം, 1 എടുക്കാം, 2 എടുക്കാം, 3 എടുക്കാം, 4 എടുക്കാമോ? Four is not less than 4, guys. 4 is not less than 4. You cannot prove me otherwise, please. 4 is equal to 4. Yeah. So yeah, 4 എടുക്കാൻ പറ്റില്ല, പക്ഷേ -1 എടുക്കാൻ പറ്റും. അങ്ങനെ 1 2 3 4 5 is -1 എടുക്കാൻ പറ്റുമോ? -1 എടുക്കാൻ പറ്റില്ല ഗൈസ്. 1 + 3 = 4. ഐ എം സോ സോറി.
ഇങ്ങനെ കുറേ മണ്ടൻ മിസ്റ്റേക്കുകൾ വരുത്തുന്ന ഒരു ദിവസമാണ്